ഹരിതം ടി വി ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ജ്യോതിഷ പന്തിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആഴ്ചഫലത്തെക്കുറിച്ചാണ്. കൊല്ലവർഷം 1199 ആണ്ട് കർക്കിടക മാസം 13-ാം തീയതി മുതൽ 19-ാം തീയതി വരെയുള്ള ഒരു ആഴ്ചത്തെ ഫലമാണ് പറയുന്നത്. ഇംഗ്ലീഷ് കണക്കനുസരിച്ച് 2024 ജൂലൈ മാസം 28-ാം തീയതി മുതൽ ആഗസ്റ്റ് മാസം 3-ാം തീയതി വരെ ഉള്ള ഒരു ആഴ്ച. ഈ ആഴ്ച പൊതുവെ ചന്ദ്രൻ പക്ഷബലം കുറഞ്ഞു വരികയാണ്. കൃഷ്ണപക്ഷമാണ്. വ്യാഴത്തിൻ്റെയും ചൊവ്വായുടെയും ആദിത്യൻ്റെയും ശുക്രൻ്റെയും ബുധൻ്റെയും കേതുവിൻ്റെയും രാഹുവിൻ്റെയും ശനിയുടെയും ഒക്കെ സ്ഥിതി അനുസരിച്ച് ഓരോ നക്ഷത്രക്കാരുടെയും രാശി തിരിച്ചാണ് ഫലങ്ങൾ പറയുന്നത്. പൊതുവെ മേടം രാശിക്കാരായിരിക്കുന്ന അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച ദൈവാധീനമുള്ള ഒരു ആഴ്ചയാണ്. ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും. ശ്രേയസ്സും യശസ്സും വന്നു ചേരും. ധനാഗമന യോഗവും തൊഴിൽ പുരോഗതിയും പൊതുവെ ഒരു സന്തോഷമൊക്കെയുള്ള ആഴ്ചയാണ്. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയങ്ങൾ വന്നു ചേരുന്നതുമാണ്. ഇടവം രാശിക്കാരായിരിക്കുന്ന കാർത്തികയുടെ 2, 3, 4 പാദങ്ങളും രോഹിണിയും മകയിരത്തിൻ്റെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം. ഇവരെ സംബന്ധിക്കുന്നിടത്തോളം ദൈവാധീനമുണ്ട്. എങ്കിലും ഭാഗ്യസ്ഥാനമായ 5-ാമിടത്ത് കേതു സഞ്ചരിക്കുന്നു. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സന്ദർഭമാണ്. അത് ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് വിദ്യാർത്ഥികളാണ്. വിദ്യാർത്ഥികൾക്ക് വിദ്യാ അലസത വന്നുപെടാതെ ശ്രദ്ധിക്കുക. പ്രണയിക്കുന്നവർക്ക് പ്രണയഭംഗമുണ്ടാകുവാൻ സൂചനയുണ്ട്. 3-ാമിടത്ത് ആദിത്യൻ അഗ്നേയഗ്രഹം സ്ഥിതി ചെയ്യുന്ന ഈ കാലം പൊതുവെ സാഹസികത കൂടിയിരിക്കും. അധിക സാഹസികത പാടില്ല. കുടുംബത്തായാലും സമൂഹത്തിലായാലും പ്രവർത്തന രംഗത്തായാലും തൊഴിൽ മേഖലയിലായാലും ഏറ്റവും നയവും അനുനയവും കഴിവും തെളിയിക്കേണ്ട ഒരു മാസമാണ്. തൊഴിൽ പുരോഗതികൾ വന്നു ചേരുന്ന ധനം അധിക ചെലവുകൾ സൂചന ഉള്ളതിനാൽ പണം ചിലവാക്കുന്ന കാര്യത്തിൽ അതീവ ജാഗ്രത വേണം. ദമ്പതികളായിട്ടുള്ളവർക്കും നല്ല ഒരു ആഴ്ചയാണ്. മിഥുനം രാശിക്കാരായിരിക്കുന്ന മകയിരത്തിൻ്റെ 3, 4 പാദങ്ങളും തിരുവാതിരയും പുണർത്തിൻ്റെ ആദ്യത്തെ 1, 2, 3 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ദൈവാധീനം കുറഞ്ഞിരിക്കുന്നതിനാൽ പലവിധ ക്ലേശങ്ങൾ ഉണ്ടാകാം. അത് ഭാഗ്യസ്ഥാനത്ത് ശനി സഞ്ചരിക്കുകയും 2-ാമിടത്ത് ആദിത്യൻ നിൽക്കുകയൊക്കെ ചെയ്യുന്ന ഈ കാലം ദേഷ്യം വർദ്ധിക്കുക മൂലം പല ഭാഗ്യങ്ങളും കൂടെ നിൽക്കുന്നവർ ശത്രുക്കളായി നഷ്ടപ്പെടാതെ വളരെ ശ്രദ്ധിക്കണം. ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി പെട്ടെന്ന് ദേഷ്യപ്പെട്ട് വേണ്ടെന്ന് വെക്കുവാനും മറ്റൊരു ജോലിക്ക് വേണ്ടി ശ്രമിക്കാമെന്നുള്ള കണക്കുകൂട്ടലിൽ വേണ്ടെന്ന് വെക്കുവാനും അതല്ലാതെ മേലധികാരികളുടെ അപ്രീതി മൂലം വേണ്ടെന്ന് വെക്കുവാനും ഒക്കെ എളുപ്പം സാധിക്കും. അത് പിന്നീട് വരാവുന്ന പല ദുഃഖങ്ങളും ദുരിതങ്ങൾക്കും സൂചനയുള്ളതിനാൽ അതീവ ജാഗ്രതയും ശ്രദ്ധയും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആവശ്യമാണ്. അത് ദമ്പതികളായിട്ടുള്ളവർക്കും വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ അവരവരെ തന്നെയാണ് തോൽപ്പിക്കുന്നത് എന്ന് സ്വയം ചിന്തിച്ച് പ്രവർത്തിച്ചാൽ വിജയിക്കുവാനാകുന്ന കാലം. വാഹന സംബന്ധമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്കും അതീവ ജാഗ്രത ആവശ്യമാണ്. പ്രായമായ മാതാപിതാക്കൾക്കൊക്കെ വളരെ ശ്രദ്ധ ആവശ്യമാണ് ആരോഗ്യ കാര്യങ്ങളിലൊക്കെ. കർക്കിടകം രാശിക്കാരായിരിക്കുന്ന പുണർത്തിൻ്റെ 4-ാം പാദവും പൂയവും ആയില്യവും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും സൗഭാഗ്യങ്ങളും ഉള്ള ഒരു ആഴ്ചയാണ്. ആരോഗ്യം തൃപ്തികരമാണ്. ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ സാധിക്കും. തൊഴിൽപരമായ വിജയങ്ങൾ വന്നു ചേരും. അപ്രതീക്ഷിതമായ ധനാഗമന യോഗം ഉണ്ടാകും. ധന വ്യയങ്ങൾക്കും സൂചനയുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ വളരെ സന്തോഷകരമായ ഒരു കുടുംബജീവിതം നയിക്കാനാകും. വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങൾ വന്നു ചേരുന്ന ഒരു ആഴ്ചയുമാണ്. ചിങ്ങം രാശിക്കാരായിരിക്കുന്ന മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രക്കാർക്ക്
ഈ ആഴ്ച ദൈവാധീനമുണ്ട്, അതുപോലെ തന്നെ ഭാഗ്യവുമുണ്ട്. ഭാഗ്യവും ദൈവാധീനവും ഉള്ളതിനാൽ വളരെ ഐശ്വര്യപൂർണമായ കുടുംബജീവിതം നയിക്കുവാനായിട്ട് സാധിക്കും. ആരോഗ്യം പൊതുവെ തൃപ്തികരമായി. തൊഴിൽപരമായ വിജയങ്ങൾ വന്നിച്ചേരും. പുതിയ ഒരു അപ്പോയിൻമെൻ്റ് ഓർഡറിന് കാത്തിരിക്കുന്നവർക്ക് അത് ലഭിക്കുവാനും പുതിയ ജോലിയിൽ പ്രവേശിക്കുവാനും സാമ്പത്തിക അഭിവൃദ്ധിയോടുകൂടി ഉന്നതി വന്നു ചേർത്തക്ക രീതിയിലുള്ള ജോലി കിട്ടുവാനുമൊക്കെ യോഗമുള്ള ആഴ്ച. വാഹന സംബന്ധമായിട്ടും ഗൃഹസംബന്ധമായിട്ടും നല്ലത്. ചില കാര്യങ്ങൾക്കെങ്കിലും ഒരു മനക്ലേശം ഉണ്ടാകുവാൻ സൂചനയുണ്ട്. സുഹൃത്തുക്കൾ മുഖാന്തരമോ മറ്റ് സഹോദര സ്ഥാനീയർ മുഖാന്തരമോ ഒക്കെ. കന്നിരാശിക്കാരായിരിക്കുന്ന ഉത്രത്തിൻ്റെ 2, 3, 4 പാദവും അത്തവും ചിത്തിരയുടെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് നല്ല ദൈവാധീനമൊക്കെ ഉണ്ട്. എങ്കിലും ആരോഗ്യകാര്യങ്ങളിൽ അതീവ ശ്രദ്ധ വേണ്ട ഒരു സന്ദർഭങ്ങളാണ്. രാശിയിൽ കേതു സ്ഥിതി ചെയ്യുന്നു. മാനാപമാനങ്ങളോ അവിഖ്യാതികളോ വന്നു പെടുകയോ യുവതി യുവാക്കളായിരിക്കുന്നവർക്കോ മധ്യവയസ്കർക്കോ ഒക്കെ ചില കൊള്ളുകയറാത്ത പ്രണയങ്ങൾ എതിർലിംഗക്കാരുമൊക്കെ ആയിട്ട് ഇടപെടുന്നത് വളരെ ശ്രദ്ധിക്കുക. ശത്രുക്കൾ അത് ആയുധമാക്കി പ്രയോഗിക്കാതെ ശ്രദ്ധിക്കണം. അധിക സാഹസികത പാടില്ല, വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും. തൊഴിൽ വിജയങ്ങൾ വന്നു ചേരും. സാമ്പത്തികം വന്നു ചേരുന്നത് വേണ്ട രീതിയിൽ വിനിയോഗിക്കാനാകുന്ന ഒരു ആഴ്ചയാണ്. വിദ്യാർത്ഥികൾക്ക് വിജയം വന്നു ചേരുന്നത്. തുലാം രാശിക്കാരായിരിക്കുന്ന ചിത്തിരയുടെ 3, 4 പാദങ്ങളും ചോതിയും വിശാഖത്തിൻ്റെ ആദ്യത്തെ 1, 2, 3 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ ഈ ആഴ്ച വളരെ ജാഗ്രതയും ശ്രദ്ധയും ഒക്കെ ആവശ്യമുള്ള ഒരു ആഴ്ചയാണ്. അത് അഷ്ടമഭാവം, അതായത് നാശസ്ഥാനത്താണ് വ്യാഴം സ്ഥിതി ചെയ്യുന്നത്. ഭാഗ്യാധിപൻ്റെ സ്ഥിതി പൊതുവെ നല്ല നന്മ വരുത്തുവാൻ ഉതകുന്നതുമാണ്. ആയതിനാൽ തൊഴിൽപരമായ വിജയങ്ങൾ വന്നു ചേരും. അപ്രതീക്ഷിത ധനാഗമന യോഗമുണ്ട്. വിദേശത്തൊക്കെ പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള പേപ്പറുകളൊക്കെ ശരിയാകുന്നതിനും പെട്ടെന്ന് ദ്രുതഗതിയിൽ കാര്യങ്ങളൊക്കെ സാധിക്കുന്നതിനുമുള്ള യോഗമുണ്ട്. കുടുംബപരമായിട്ട് കടങ്ങളൊക്കെ വീടുന്നതിനും അതിനൊക്കെയുള്ള സാഹചര്യങ്ങൾ ഒത്തുവരും. ഏജ് ഓവറായിട്ട് നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് ഒരു വിവാഹം വന്ന് വാക്കാകുന്നതിനൊക്കെ യോഗമുണ്ട്. അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതം പൊതുവെ ഐശ്വര്യപൂർണ്ണമായിരിക്കുകയും ചെയ്യും. വിദ്യാർത്ഥികൾക്ക് അലസത വന്നു പെടാതെ ശ്രദ്ധിക്കുകയും വേണം. വൃശ്ചികം രാശിക്കാരായിരിക്കുന്ന വിശാഖത്തിൻ്റെ 4 പാദവും അനിഴവും കേട്ടയും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം വളരെയധികം നന്മയുള്ള ഒരു ആഴ്ചയാണ്. അതായത് കണ്ടകശനിയൊക്കെ ഉണ്ട് എങ്കിലും അലസതയൊക്കെ വെടിഞ്ഞ് പ്രവർത്തിച്ചാൽ പഠിച്ച വിദ്യക്കനുസരിച്ച് ഒരു ജോലി ലഭിക്കുക. പുതിയതായിട്ട് ഒരു ജോലിക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് സ്ത്രീകളായാലും പുരുഷന്മാരായാലും അവർക്ക് അതിനുള്ള യോഗമുണ്ട്. കൂടാതെ ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഒരു പ്രമോഷൻ വന്നു ചേരുന്നതിന് യോഗമുള്ള ഒരു ആഴ്ചയാണ്. ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെ ഗുണകരമായ സമയമാണ്. വിദ്യാർത്ഥികൾക്ക് വിജയങ്ങളും വന്നു ചേരും. ധനുരാശിക്കാരായിരിക്കുന്ന മൂലം പൂരാട ഉത്രാടത്തിൻ്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ ദൈവാധീനം കുറഞ്ഞു നിൽക്കുന്നു. അങ്ങനെയുള്ള ഈ സന്ദർഭങ്ങളിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ദൈനംദിനം വളരെ ജാഗ്രത പാലിക്കുക. പ്രത്യേകിച്ച് പണം കടം കൊടുക്കുന്നവരും വാങ്ങുന്നവരും രണ്ടുപേരും ഒരുപോലെ. അതുപോലെ സ്വന്തം റിസ്കോടുകൂടി സ്വയം തൊഴിൽ ചെയ്യുന്നവർ, ബിസിനസ്സുകൾ, വ്യവസായങ്ങൾ, ചെറുകിട തൊഴിലുകൾ, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് തൊഴിൽ നഷ്ടങ്ങൾ ഉണ്ടായി ഏതെങ്കിലും സാമ്പത്തിക അധപ്പതനം ഉണ്ടാകുവാനൊക്കെ സൂചനയുണ്ട്. ആ കാര്യമൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്താൽ ഈ ദോഷകാലം കടന്നു കഴിയുമ്പോൾ ഉന്നതിയിൽ എത്തിച്ച് വന്നു ചേരുന്ന ധനം വിനിയോഗിക്കുന്നതിൽ വളരെ ജാഗ്രത പാലിക്കുക. ദമ്പതികളായിട്ടുള്ളവർക്ക് പൊതുവെ ഐശ്വര്യപൂർണ്ണമായി. ഈ നക്ഷത്രക്കാരുടെ മാതാപിതാക്കൾക്കും ചില ക്ലേശങ്ങളൊക്കെ സൂചകമാണ്. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് നേരത്തെ തന്നെ ഡോക്ടറെ കണ്ട് മരുന്നൊക്കെ വാങ്ങിച്ചാൽ പെട്ടെന്ന് കുറയുകയും ചെയ്യും. മകരം രാശിക്കാരായിരിക്കുന്ന ഉത്രാടത്തിൻ്റെ 2, 3, 4 പാദങ്ങളും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് ഏഴശനിയൊക്കെ ബലം കുറഞ്ഞു വരുന്നു. അതിൻ്റെതായ ചില അനുഗ്രഹങ്ങളൊക്കെ ശനിദേവൻ നൽകേണ്ട ഒരു സന്ദർഭമാണ്. കൂടാതെ ഭാഗ്യസ്ഥാനത്ത് സർവേശ്വരകാരകനായ വ്യാഴവും സ്ഥിതി ചെയ്യുന്നു. 11ാം ഭാവാധിപനായ ചൊവ്വായും കൂടെയുള്ളതിനാൽ
വിജയങ്ങൾ പല രീതിയിൽ സാമ്പത്തിക അഭിവൃദ്ധികൾ വന്നു ചേരുക, ഊഹാപോഹ കച്ചവടങ്ങൾ ചെയ്യുന്നവർ, ഷെയർ മാർക്കറ്റിംഗ്, അതുപോലെ തന്നെ ബ്രോക്കറിംഗ് കാര്യങ്ങൾ. എങ്കിലും ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടാനുള്ള ചില ദീർഘകാലമായിട്ട് കിട്ടാതെ വിഷമിച്ച് ദുഃഖത്തിലും ദുരിതത്തിലും കഴിയുന്നവർക്ക് അങ്ങനെയുള്ള പണങ്ങളൊക്കെ കിട്ടുന്നതിന്, കൈവായ്പ കൊടുത്തത് കിട്ടുന്നതിന് ഒക്കെ യോഗമുണ്ട്. അതിനുവേണ്ടി പരമാവധി ശ്രമിക്കുക. ഗൃഹസംബന്ധമായിട്ടും വാഹന സംബന്ധമായിട്ടും ഒക്കെ നല്ല കാലം. വിദ്യാർത്ഥികൾക്ക് വിജയങ്ങൾ വന്നിച്ച് സുഹൃത്തുക്കൾ മുഖാന്തരമോ സ്ഥാനികർ മുഖാന്തരമോ ദുഃഖങ്ങളോ ദുരിതങ്ങളോ മനക്ലേശങ്ങളോ സൂചകവുമാണ്. കുംഭം രാശിക്കാരായിരിക്കുന്ന അവിട്ടത്തിൻ്റെ 3, 4 പാദങ്ങളും ചതയവും പൂരിട്ടാതി ആദ്യത്തെ 1, 2, 3 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് ജന്മത്തിൽ ശനി സഞ്ചരിക്കുന്നു. എങ്കിലും സുഖസ്ഥാനത്ത് വ്യാഴമുള്ളതിനാൽ ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാകാം. ഐശ്വര്യങ്ങൾ വന്നു ചേരാം. തൊഴിൽ പുരോഗതികൾ വന്നു ചേരും. അലസത വെടിഞ്ഞ് തൊഴിൽ രംഗത്തൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിച്ചാൽ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും. വാക്കുകൊണ്ടൊക്കെ ഒരു ശത്രുതയൊക്കെ ഉണ്ടായിട്ടുള്ളവരും ഇപ്പോൾ ഉണ്ടാകാതെയും ഒക്കെ നോക്കണം. പിണക്കങ്ങളൊക്കെ പറഞ്ഞു തീർക്കുക. കുടുംബത്തായാലും സമൂഹത്തിലായാലും തൊഴിൽ സ്ഥലത്തായാലും ഒക്കെ അത് അത്യാവശ്യവുമാണ്. ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെ ഐശ്വര്യപൂർണമായ കാലം. വിദ്യാർത്ഥികൾക്ക് വിജയങ്ങൾ വന്നു ചെയ്യും. വിദേശത്തായിരിക്കുന്നവർക്കും പൊതുവെ നല്ല ഒരു വാരമാണ്. മീനം രാശിക്കാരായിരിക്കുന്ന പൂരിട്ടാതി 4-ാം പാദം ഉത്രട്ടാതിയും രേവതിയും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ദൈവാധീനം കുറഞ്ഞു നിൽക്കുന്നു. 7ര ശനിയൊക്കെ ആരംഭിച്ച കാലം. രാഹു രാശിയിൽ തന്നെ മീനത്തിൽ നിൽക്കുമ്പോൾ സപ്തമഭാവത്തിൽ കേതുവാണ് നിൽക്കുന്നത്. വളരെയധികം ശ്രദ്ധയോടുകൂടി ക്ഷമയോടുകൂടി ദൈനംദിന കാര്യങ്ങളിൽ ഇടപെടുന്നതാണ് ഏറ്റവും വിജയപ്രദം. അതായത് ആരോഗ്യകാര്യങ്ങൾ, ചെറിയ അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അത് മെഡിസിനൊക്കെ വാങ്ങുക, ഡോക്ടറെയൊക്കെ കാണണം. അതുപോലെ ദേഷ്യങ്ങൾ ഒഴിവാക്കുക, ഈശ്വര കാര്യങ്ങൾക്ക് ശ്രദ്ധ കൊടുക്കുക. പുതിയ സംരംഭങ്ങളിൽ ഏർപ്പെടുമ്പോൾ എഗ്രിമെൻ്റ് പേപ്പറുകൾ ദീർഘനാളത്തേന് വെക്കുമ്പോൾ അതീവ ജാഗ്രത ഉണ്ടായില്ലെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് പിന്നെ അത് മനോവിഷമമോ ക്ലേശമോ ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. അത് ശ്രദ്ധിക്കുക. ദമ്പതികളായിട്ടുള്ളവരുടെ ഈ കാര്യവും അപ്രകാരം തന്നെയാണ്. ഒരു കാര്യവുമില്ലാതെ തന്നെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുവാൻ സൂചനയുണ്ട്. പിന്നീട് ഡൈവോഴ്സായി കഴിഞ്ഞ് പോലീസ് സ്റ്റേഷനും കയറി കോടതിയും കയറി നടന്നു കഴിഞ്ഞിട്ട് ദുഃഖിച്ച് ദുരിതപ്പെട്ട് ഒക്കെ കഴിയുന്ന കാലമായതിനാൽ വളരെയധികം ശ്രദ്ധ അക്കാര്യത്തിന് വേണം. തൊഴിൽപരമായ പുരോഗതികളൊക്കെ വന്നു ചേരും. എന്നാലും തൻ്റെ തന്നെ ദുർബുദ്ധി മൂലം തൊഴിൽ നഷ്ടപ്പെട്ട് തൊഴിൽ വേണ്ടെന്ന് വെക്കുവാനും ഒക്കെ ഏർപ്പെടുന്ന കാര്യങ്ങൾക്ക് വളരെ ശ്രദ്ധ വേണം. പുതിയൊരു ജോലിയൊക്കെ കിട്ടുവാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഒരു സന്ദർഭമാണ് ഈ മീനം രാശിക്കാരായിരിക്കുന്ന നക്ഷത്രക്കാർക്ക്. വിദ്യാർത്ഥികൾക്ക് വിജയങ്ങൾ വന്നിരിക്കും. വിദേശത്തായിരിക്കുന്നവർക്കും പൊതുവെ നല്ല ഒരു വാരമാണ്. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു.